നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്ക് ലോകത്തിൻ്റെ എവിടെയൊക്കെ പോയാലും നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടം നമ്മുടെ വീടാണെന്ന് പറയും. എന്നാൽ വീട്ടിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3.5 വയസ്സുകാരിയുടെ ആ 3 വയസ്സ് മാത്രം അവൾ ഭൂമിയിൽ ജീവിച്ച ആ കാലയളവിൽ അവൾക്ക് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും. ഏറ്റവും ഒടുവിലായിട്ട് പല മൊഴികളും പുറത്തു വരുമ്പോൾ ഈ കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ള വേദനയൊക്കെ തന്നെ നമ്മുടെയും വേദനയായിട്ട് മാറുകയാണ്. പോലീസിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർമാരുടെയും സമർത്ഥമായ ഇടപെടൽ മൂലമാണ്, അല്ലെങ്കിൽ അന്വേഷണ മികവ് കൊണ്ടാണ് ആ കുഞ്ഞ് വെറുമൊരു മുങ്ങിമരണം മാത്രമല്ല, ആ കുഞ്ഞ് അത്രയും കാലയളവിൽ അനുഭവിച്ച പീഡനത്തിൻ്റെ വിവരം കൂടി പുറം ലോകം അറിയുന്നത്. ഏതായാലും നമ്മളെല്ലാവരും അത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ആ വാർത്ത കേട്ടതും കണ്ടതും. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും നമ്മൾ അതേ മനോവികാരത്തോടു കൂടി തന്നെയാണ് അത് കാണുന്നതൊക്കെ തന്നെ. എത്രയോ ആളുകളാണ് നമുക്ക് ചുറ്റും ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ചികിത്സ നടത്തുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തുന്നത്, അമ്പലവും വഴിപാടുമായിട്ടൊക്കെ തന്നെ നടക്കുന്നത്, ആ ഒരു വേദനയിൽ മനമുരുകി ജീവിക്കുന്നത്. ഈ ഒരു സമയത്താണ് ദൈവം നൽകിയ ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്തരത്തിൽ കൊല്ലാനായിട്ട് ഈ അമ്മയ്ക്ക് എങ്ങനെ സാധിച്ചു, അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് അത്തരത്തിൽ ക്രൂരത ചെയ്യാനായിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യമാണ് നമ്മുടെയൊക്കെ തന്നെ ഉള്ളിൽ ഉയരുന്നത്. ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റുകളിലൊക്കെ തന്നെ നമുക്ക് ആ വേദന അനുഭവിക്കാനായിട്ട് സാധിക്കും. ഏതായാലും കൊല്ലപ്പെട്ട 3.5 വയസ്സുകാരി പീഡന വിവരം അമ്മയോട് പറഞ്ഞിരുന്നെന്നാണ് ഇപ്പോൾ പ്രതി ആയിട്ടുള്ള അച്ഛൻ്റെ ഒരു ഇളയ സഹോദരൻ്റെ മൊഴി പുറത്തു വരുന്നത്. അമ്മ ഇക്കാര്യം ദേഷ്യത്തോടെ ചോദിച്ച് തല്ലിയെന്നും പ്രതി പറഞ്ഞതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. യുവതി പീഡന വിവരം മറ്റാരെയും അറിയിച്ചിട്ടില്ലെന്നാണ് പ്രതി വിശ്വസിച്ചിരുന്നത്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയും ചില കൂട്ടരുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മറ്റാരെയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളത് ആരോടെങ്കിലും ചെന്ന് പറയുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പോയി അത് റിയാക്ട് ചെയ്യുന്നവരും, അവരോടത് ചോദിക്കുന്നവരും, അല്ലെങ്കിൽ മറ്റുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നവരും, അതിലേക്ക് കടക്കാനായിട്ട് നോക്കുന്നവരൊക്കെ തന്നെയുണ്ട്. പക്ഷേ ചിലർ അത് മറച്ചു വെക്കാനാണ് ശ്രമിക്കുക. ഇത് വലിയൊരു നാണക്കേടാകുമോ എന്നുള്ള ഭയം കൊണ്ടോ, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അതും ഇതും പറയുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തങ്ങളുടെ മക്കൾ വന്ന് പരാതി പറയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ തോന്നിയെന്ന് വന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്ന മൂടിവെക്കുന്ന എത്രയോ സംഭവങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. ഇവിടെയും അത് തന്നെ അങ്ങനെ ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രതി പോലീസിന് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പക്ഷേ മകൾ പീഡനത്തിനിരയായ വിവരം യുവതി ആരെങ്കിലും അറിയിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. കാരണം ഇപ്പോഴും ആ യുവതി, കുട്ടിയുടെ അമ്മ, പല വൈരുദ്ധ്യമായിട്ടുള്ള മൊഴികളാണ് പോലീസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് അത് പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാനായിട്ടും സാധിച്ചിട്ടില്ല. മരിക്കുന്നതിന് തലേ ദിവസം കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട്. തൊട്ടടുത്ത വീടുകളിൽ ഇവർ താമസിച്ചിരുന്നത്. എറണാകുളം റൂറൽ SP PM ഹേമലതയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതും. കിട്ടിയ വിവരങ്ങളിൽ അതിവേഗ നീക്കങ്ങളിലൂടെ SP സ്ഥിരീകരണത്തിന് ശ്രമിച്ചു. ഈ നീക്കമാണ് 3.5 വയസ്സുകാരിയുടെ മരണത്തിലെ ദുരൂഹത നീക്കിയത്. അച്ഛൻ്റെ ഇളയ അനുജനായതിനാൽ ആരും സംശയിച്ചുമില്ല. 1.5 വർഷത്തോളം ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അമ്മയുടെ മൊഴി തന്നെയാണ് കേസിൽ നിർണായകമായത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടി പീഡനത്തിനിരയായ വിവരം ഡോക്ടർ റൂറൽ SPയെ അറിയിച്ചിരുന്നു. അദ്ദേഹം ഉടൻ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തു. ഒരാളെയായിരുന്നു കുഞ്ഞിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് യുവതി പറഞ്ഞിരുന്നു. പ്രിയം എന്ന വാക്ക് ഇഴകീറി പരിശോധിച്ചതോടെയാണ് സത്യം തെളിഞ്ഞത്. ഇതോടെ അച്ഛനെയും 2 സഹോദരന്മാരെയും ചോദ്യം ചെയ്തു. പിന്നാലെ ഇളയ സഹോദരനാണെന്ന് തെളിഞ്ഞു. മൂന്നാമൻ ആദ്യം കുറ്റം സമ്മതിച്ചില്ല. തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെ തനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് പ്രതി പറയുകയായിരുന്നു. പീഡനവും കുഞ്ഞിൻ്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം ശക്തമാണ്. കാക്കനാട് ജില്ലാ ജയിലിലുള്ള അമ്മയെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുള്ളൂ. ഏതായാലും പിഞ്ചുമക്കളോട് ഇത്തരത്തിൽ ചെയ്യുന്നവൻ ഒരു കാലത്തും ജയിലിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിലുള്ള ശിക്ഷ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട്, നമ്മുടെ നിയമത്തെ പറയുന്നുണ്ട്, നമ്മുടെ നിയമം ഇപ്പോഴും പഴുതുകൾ ഒരുപാട് നൽകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികൾ യാതൊരു ഭയവുമില്ലാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതും ഇത്തരത്തിലുള്ള ക്രൂരതകൾ കാണിച്ചു കൂട്ടുന്നതും എന്നുള്ള പല വിമർശനങ്ങളും ഉയർത്തുന്നുണ്ട്. കുട്ടിയെ കാണാതായി തിരച്ചിൽ നടത്തുന്ന സമയം സ്ഥലത്തെത്തിയ ഭർത്താവിനോട് എൻ്റെ കുഞ്ഞിനെ കൊന്നില്ലേ, ഇനി എന്നെയും കൊല്ലാനാണോ വന്നതെന്ന് കുട്ടിയുടെ അമ്മ ചോദിച്ചിരുന്നു എന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയതും പീഡനവുമായി ബന്ധമുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിനായി ഫോൺ രേഖകളടക്കം വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും. കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞോ എന്നും സംശയമുണ്ട്. അമ്മയെ എല്ലാ അർത്ഥത്തിലും അച്ഛൻ തള്ളി പറഞ്ഞിരുന്നു. ഇത് സഹോദരനെ രക്ഷിക്കാനുള്ള തിടുക്കമായി കരുതുന്നുണ്ട്. അമ്മയെ ഒരു മനോരോഗിയായി ചിത്രീകരിക്കാനാണ് അച്ഛൻ്റെ കുടുംബം ദിവസമൊക്കെ തന്നെ മാധ്യമങ്ങളോട് മൊഴി നൽകിയപ്പോൾ അവർ
അത് സ്ഥിരീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഭർത്തൃവീടിൻ്റെ സമീപത്തുള്ള അങ്കനവാടിയിൽ നിന്ന് കുട്ടിയുമായി അമ്മ സ്വന്തം നാടായ ആലുവ കുറുമശ്ശേരിയിലേക്ക് തിരിക്കുന്നതും വഴിക്ക് വെച്ച് കുട്ടിയെ മുഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്കിട്ട് കൊലപ്പെടുത്തുന്നതും. കുട്ടിയുമായി അന്ന് വൈകിട്ട് അമ്മ ആലുവ മണപ്പുറത്തും എത്തിയിരുന്നു. വൈകിട്ട് 7 മണിയോടെ തനിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആദ്യം പരസ്പര വിരുദ്ധമായി സംസാരിച്ചിരുന്ന അമ്മ പിന്നീടാണ് മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ താഴേക്കിട്ടു എന്ന് വെളിപ്പെടുത്തിയത്. പിറ്റേന്ന് 2:20ഓടെയാണ് കുട്ടിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെടുക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായെന്ന വിവരം പുറത്തു വന്നതോടെയാണ് അന്വേഷണം മറ്റുള്ളവരിലേക്ക് നീണ്ടതും പിതാവിൻ്റെ സഹോദരൻ അറസ്റ്റിലായതും. 3.5 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊല ചെയ്യാനുള്ള അമ്മയുടെ പ്രേരണ മനസ്സിലായിട്ടില്ലെന്ന് ആലുവ റൂറൽ SP PM ഹേമലത വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയും ചോദ്യം ചെയ്യാനുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കണം. സഹകരിക്കുന്നുണ്ട്, കുറ്റം സമ്മതിക്കുന്നുണ്ട്, എന്നാൽ വ്യക്തതയില്ലെന്നാണ് ചെങ്ങമനാട് സ്റ്റേഷനിലെത്തിയ റൂറൽ SP പ്രതികരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് കുഞ്ഞിനെ കാണാതായത്. ഈ അംഗനവാടിയിൽ നിന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ സ്റ്റാൻഡിലൂടെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. കുട്ടിയെ കാണാതാകുകയെന്നാണ് അമ്മ ആദ്യം പറഞ്ഞത്. പിന്നീടാണ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് പറഞ്ഞത്. തുടർന്നാണ് സ്കൂബ ടീം അടക്കം നടത്തിയ തെരച്ചിലിൽ പുലർച്ചയോടെ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ കുഞ്ഞ് പഠിച്ചിരുന്ന അംഗനവാടി അധ്യാപക കൂടി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എന്തെങ്കിലും ശാരീരികമോ മാനസികമായ അസ്വസ്ഥതകൾ ഉള്ളതായി കുട്ടി പറഞ്ഞിരുന്നില്ലെന്നാണ് അധ്യാപിക ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയാണ് കുട്ടി അംഗനവാടിയിൽ വന്നിരുന്നതെന്നും എപ്പോഴും ചിരിച്ചുകൊണ്ടല്ലാതെ കണ്ടിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. കുട്ടിയുടെ അമ്മയും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ലെന്നും സംഭവം നടന്ന ദിവസം ഒരു സംശയവും തോന്നിയിട്ടില്ലെന്നും അധ്യാപിക പറഞ്ഞു. 1.5 വർഷമായി ഞങ്ങളുടെ ഒപ്പം കുട്ടിയുണ്ട്. അധ്യാപികയല്ല, അമ്മയെപ്പോലെയാണ് നോക്കിയത്. വിഷമിച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. വന്നാൽ ഉടൻ സുഹൃത്തുക്കളുമായി ഇരുന്ന് കളിക്കും. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞാണെന്നാണ് അധ്യാപിക പറഞ്ഞിരിക്കുന്നത്. 4 വയസ്സുകാരി പീഡനത്തിനിരയായ കേസിൽ പിതൃ സഹോദരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇനിയും 1.5 വർഷത്തോളം ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. മാത്രമല്ല മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്. അമ്മയുടെ മൊഴി തന്നെയാണ് കേസിലേറെ നിർണായകമായത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടി പീഡനത്തിനിരയായ വിവരം ഡോക്ടർ റൂറൽ SP അറിയിക്കുകയായിരുന്നു. ഡോക്ടർമാരുടെ ഇടപെടലും ഈ ഒരു കേസിലേറെ നിർണായകമായിട്ടുണ്ട്. കൊലപാതകം നടക്കുന്നതിന് തലേ ദിവസം കുട്ടി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയായെന്നാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം. പ്രതി ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മാത്രമല്ല പ്രതിയുടെ ഫോണിൽ നിന്ന് ഇത്തരത്തിൽ ചില വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അബദ്ധം പറ്റിയെന്നുള്ളത് വിശ്വാസത്തിലെടുക്കാനായിട്ട് സാധിക്കില്ല. 1.5 വർഷത്തോളം പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതും സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട പ്രതി തന്നെയാണ് ഇത്തരത്തിൽ ആ കുഞ്ഞിനോട് ക്രൂരത ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനി ഈ വീട്ടിൽ വെച്ച് തന്നെയാണോ മറ്റേതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ മറ്റാരുടെയെങ്കിലും ഈ പ്രതി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അമ്മയും പോലീസ് കസ്റ്റഡിയിലാണ്. അമ്മ ഇപ്പോഴും പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴിയാണ് പറയുന്നത്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള നിഗമനങ്ങളിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുഞ്ഞിന് ക്രൂരത നേരിടേണ്ടി വന്നതിനെ കുറിച്ചിട്ട് അമ്മയോട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്നുള്ള രീതിയിൽ കുട്ടിയുടെ അമ്മയുടെ മൊഴിയിൽ നിന്ന് പോലീസിന് വ്യക്തമാവുന്നത്. ഏതായാലും ഇനിയും സ്ഥിരീകരണങ്ങൾ പുറത്തു വരാനുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്.